മുതിരക്കഥ. ഒരിക്കലൊരു രാജാവിന്റെ സൈന്യം കാടിനരികിൽ തമ്പടിച്ചു. എന്താണ് അവരുടെ പരിപാടി? ആയി, ഇവന്മാർ ഭക്ഷണം ഉണ്ടാക്കുന്നു. കുശാലായി. പിന്നീട്, മുതിരയ്ക്ക് കൊടുക്കാൻ ഈ മുതിര പുഴുങ്ങാം. മുതിരയ്ക്ക് നല്ല സ്വാദായിരിക്കും. കുറെ കഴിഞ്ഞ്, മുതിര വെന്തു, ഇനി ഇതൊന്ന് തണുക്കട്ടെ. അതിൽ കുറച്ച് വാരിയെടുക്കാം. മുതിര തണുക്കാൻ വെച്ചിട്ട് പടയാളികൾ പോയപ്പോൾ, കൊള്ളാം. അയ്യടാ, മുതിരയ്ക്ക് നല്ല സ്വാദ്. വൈകാതെ വയറു നിറഞ്ഞു. ഇനി കുറേ മുതിര മരത്തിലേക്ക് വാരിക്കൊണ്ടു പോകാം. കൊതിയൻ കുരങ്ങൻ കൈ നിറയെ മുതിര വാരിയെടുത്ത് വായിൽ നിറച്ചു. പിന്നെ കയ്യിലും കൊള്ളുന്നത്ര വാരിയെടുത്തു. കുറേ ദിവസത്തേക്ക് കുശാലായി. മരത്തിലിരുന്ന് വിശ്രമിക്കാം. അയ്യോ, ഒരു മുതിര പോയി. അത് കളയാൻ പറ്റില്ല. വേഗം ചെന്നത് എടുക്കണം. ബാക്കി മുതിര താഴെയിട്ട് മണ്ടൻ കുരങ്ങൻ താഴേക്ക് ചാടി. അവിടെ മുഴുവൻ അവൻ മുതിര തിരഞ്ഞു നടപ്പായി. ഇങ്ങോട്ടാണത് വീണത്. പക്ഷെ കാണുന്നില്ലല്ലോ. കിട്ടിയില്ല. കയ്യിലുണ്ടായിരുന്നതും പോയി, താഴെ പോയത് കിട്ടിയവുമില്ല. എന്റെ അത്യാഗ്രഹമാണ് ഇതിനൊക്കെ കാരണം. മരമണ്ടന്മാർ. ക്രൂരമൃഗങ്ങൾ നിറഞ്ഞ ഒരു കാട്ടിൽ വലിയ കൂട്ടുകാരായ 2 മരങ്ങളുണ്ടായിരുന്നു. ആഹാ, എന്തൊക്കെയുണ്ട് വിശേഷം? നോക്ക്, പുലിയും സിംഹവും ഒക്കെ വേട്ടക്കിറങ്ങിയിട്ടുണ്ട്. കിട്ടിപ്പോയി. മൃഗങ്ങളെ കൊന്നു തിന്ന് എല്ലും തൊലിയും ഒക്കെ അവിടെ ഇട്ട് അവർ പോകും. അതവിടെ കിടന്ന് ചീഞ്ഞ് കാടാകെ ദുർഗന്ധം പരക്കും. ഇതെന്തൊരു ശല്യമാണ്, വല്ലാത്ത ദുർഗന്ധം. ശരിയാ, ഇവരെ കൊണ്ട് വലിയ പാടായി. ദുർഗന്ധം സഹിക്കാൻ വയ്യ. ഈ ക്രൂര ജന്തുക്കളെ ഞാൻ ഇവിടെ നിന്നും ഓടിക്കും. കൂട്ടുകാരാ, വേണ്ട, അത് ആപത്താണ്. ഇവിടെ ക്രൂരമൃഗങ്ങൾ ഇല്ലാതായാൽ മനുഷ്യർ നമ്മെ വെട്ടിവീഴ്ത്തും. അങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ ദിവസം കഴിഞ്ഞ്, ആയി, നല്ല കാറ്റ്. ഇപ്പോൾ ഒരു സൂത്രം ഒപ്പിക്കാം. മരം ജില്ലകൾ ഒലച്ച് വലിയ ശബ്ദമുണ്ടാക്കി. അത് കേട്ട് ക്രൂരമൃഗങ്ങൾ ഞെട്ടി. ഒമ്മോ, അത് കണ്ടോ? എന്തോ കുഴപ്പമുണ്ട്. അത് വല്ലാതെ കുലുങ്ങുന്നു. കുഴപ്പമായി. വല്ല ഭൂതത്താനുമായിരിക്കും. ശരിയോ? ഓടി രക്ഷപ്പെടാം. എല്ലാവരും രക്ഷപ്പെട്ടോ. ഭൂതം, ഭൂതം. പിറ്റേന്ന്, എങ്ങനെയുണ്ട് എന്റെ സൂത്രം? ക്രൂരജന്തുക്കളെല്ലാം ഈ കാട് വിട്ട് ഓടി. കുറെ നാൾ കഴിഞ്ഞ് ഒരു ആട്ടിടയൻ ആ കാട്ടിലെത്തി. ഓടാതെ അവിടെ നില്ലടോ. പശുക്കിടാവിന് പുറകെ ഇടയൻ കുതിച്ചോടി. വല്ല സിംഹമോ കടുവയോ കണ്ടാൽ കുഴപ്പമാകും. ഓയ്, ഇവിടെ കടുവയും സിംഹമൊന്നും ഇല്ലല്ലോ. ക്രൂരജന്തുക്കളുടെ ഒരു ലക്ഷണവുമില്ല. ആട്ടിടയൻ നാട്ടിൽ ചെന്ന് കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ ക്രൂരജന്തുക്കളൊന്നുമില്ല. ശരിയാ, ഒരു മൃഗത്തെയും കാണുന്നില്ല. എങ്കിൽ നമുക്കിവിടെ താമസിച്ചാലോ? അവന്മാർ ഇവിടെ കൂടിൽ കെട്ടി താമസിക്കാൻ പോകുകയാ. അതിനു മുമ്പ് ഞാനവരെ വിരട്ടി പായിക്കും. മരം ചില്ലകൾ കുലുക്കി ശബ്ദമുണ്ടാക്കി. എന്താണച്ച ഒരു ശബ്ദം? പേടിക്കണ്ട, അത് കാറ്റത്ത് മരച്ചില്ലകൾ ആടുന്നതാ മോനെ. മരം വീണ്ടും ശക്തിയായി കുലുങ്ങി. അതോ, മരക്കൊമ്പ് ഒടിയുന്നു. മാറി നിൽക്ക്. പിന്നീട്, കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൊമ്പുകൾ ഒടിഞ്ഞെന്നേ ഉള്ളൂ. എല്ലാവരും വരൂ, നമുക്കിവിടെ കുടിലുകൾ കെട്ടാം. ആട്ടിടയന്മാർ കാട് തൊളിച്ചു തുടങ്ങി. ആ മരം കൂടി വെട്ട്. ഇത് വീഴാറായി. ഇത് നമുക്ക് നാളെ വെട്ടാം. അവന്മാർ എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തു ചെയ്യും? അന്നു രാത്രി, കൂട്ടുകാരാ, നാളെ അവർ എന്നെ വെട്ടും. എന്തു ചെയ്യും? ഇനി ഒന്നും ചെയ്യാനില്ല. നിന്റെ ആലോചനയില്ലാത്ത പ്രവൃത്തിയുടെ ഫലമാണിതൊക്കെ.